ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇല്ലാതാക്കാൻ ഇറാൻ കൃത്യമായ നീക്കങ്ങൾ ആരംഭിച്ചു. ഈ ചോദ്യമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മുഴങ്ങി കേൾക്കുന്നത്. ഇസ്രായേലിനെതിരെ വലിയൊരു രഹസ്യ ഓപ്പറേഷന് ഇറാൻ കോപ്പ് കൂട്ടുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. സാക്ഷാൽ നെതന്യാഹുവിനെ തന്നെ നരകത്തിലേക്ക് അയക്കും എന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൗസൻ റസായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ അന്ത്യം അടുത്തുവെന്നും ലബനനിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് അൽ മനാർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റസായി ഭീഷണി മുഴക്കിയത്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു എന്ന നെതന്യാഹുവിന്റെ വാക്കുകൾ കേട്ട് ഭയന്ന് ട്രംപ് ഒരു ഫുഡ് ട്രക്ക് തൊഴിലാളിയെ പോലെ വെപ്രാളപ്പെട്ട് നടക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും വിറപ്പിക്കുന്ന എന്തോ വലിയ ഗൂഢാലോചന ഇറാൻ നടത്തുന്നുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകും. എന്നാൽ ശരിക്കും അതാണോ യാഥാർത്ഥ്യം? നെതന്യാഹുവിനെ ഇല്ലാതാക്കാൻ മാത്രം കരുത്ത് ഇപ്പോൾ ഇറാൻ ഉണ്ടോ? ജിയോ പൊളിറ്റിക്സ് കൃത്യമായി നിരീക്ഷിക്കുന്നവർക്കറിയാം ഇറാന്റെ ഈ വധഭീഷണികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം അവരുടെ ഗതികേടാണ് എന്ന്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ നീക്കങ്ങളിൽ സൈനികമായും സാമ്പത്തികമായും തകർന്നടിഞ്ഞ ഒരു രാജ്യത്തിന്റെ വെറും വാചക കസർത്തുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഇറാന്റെ നിരാശ വ്യക്തമാകും. ഇറാന്റെ സൈനിക ശേഷിയെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വഴി അമേരിക്ക തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ അവശേഷിക്കുന്ന സാമ്പത്തിക അടിത്തറ കൂടി തകർക്കാൻ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പുതിയ ഉപരോധവും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനുമായി ബന്ധമുള്ള 60ഓളം സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കുമാണ് ഒറ്റയടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ നീക്കത്തിന് US പ്രസിഡന്റ് ട്രംപിനെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസലിനെയും നെതന്യാഹു നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇനി ഇറാന്റെ ഭീഷണി കേട്ട് ഭയന്നോടുന്ന ട്രംപിനെയാണോ അമേരിക്കയിൽ കാണുന്നത്? ഒരിക്കലുമല്ല. അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ വലിയ വിജയം നേടുകയാണ്, ഇറാനുമായി ചർച്ച നടത്താൻ തനിക്ക് യാതൊരു തിടുക്കവുമില്ല എന്നാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുകയാണെന്നും പണപ്പെരുപ്പം രൂക്ഷമാണെന്നും ട്രംപ് തുറന്നടിച്ചു. ഡോളറിനെതിരെയുള്ള ഇറാൻ റിയാലിന്റെ മൂല്യം ഇപ്പോൾ 20 ലക്ഷമാണ്. അതായത് $1 സമം 20 ലക്ഷം ഇറാൻ റിയാൽ. അപ്പോൾ ഇറാനുമായി ഒരു ചർച്ചയും ഇല്ലെന്ന് മുൻ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രതിരോധിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ മുന്നിലും സ്വന്തം ജനതയുടെ മുന്നിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറാൻ സുരക്ഷാ മേധാവി നടത്തുന്ന വെറും പൊള്ളയായ ഭീഷണികൾ മാത്രമാണ് നെതന്യാഹുവിനെതിരെയുള്ള ഈ വാക്കുകൾ. വാസ്തവത്തിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഉരുക്കുമുഷ്ടിയിൽ ശ്വാസം മുട്ടുകയാണ് ഇറാൻ എന്നതാണ് യഥാർത്ഥ ചിത്രം. ന്യൂസ് ഡെസ്ക്.